പി.വി. അൻവർ എം.എൽ.എ ഇനി മുതൽ തൃണമൂൽ കോൺഗ്രസ് നേതാവാണ്. അൻവർ എം.എൽ.എ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുമെന്ന് ആദ്യമായി വാർത്ത നൽകിയ ഒരു ഓൺലൈൻ ചാനലാണ് മീഡിയ ഗ്രാമം. സത്യത്തിൽ സന്ദീപ് വാര്യരിനെ സ്വീകരിച്ച കോൺഗ്രസ് പി.വി. അൻവറിനെ ഒഴിവാക്കിയത് വിഡ്ഢിത്തമെന്നല്ലാതെ പറയാൻ കഴിയില്ല. ഏതായാലും അൻവർ തന്നെയായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ CPM വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ നേതാവ് എന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു പരിധിവരെ തെളിയിച്ചിരിക്കുന്നു. കാരണം CPM-നെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാത്ത നേതാവാണ് മമതാ ബാനർജി, പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. CPM-ന്റെ കൂട്ട് ഒഴിവാക്കി വന്നാൽ എങ്ങനെ വേണമെങ്കിലും ബംഗാളിൽ സഹകരിക്കാമെന്ന് കോൺഗ്രസിനോട് പറഞ്ഞ നേതാവാണ് മമതാ ബാനർജി. മമതാ ബാനർജിയുടെ ചെറുപ്പം മുതൽ എന്ന് മാത്രമല്ല, ബംഗാളിൽ CPM എന്ന പാർട്ടിയുടെ കിരാത ഭരണം നേരിട്ട് കണ്ട് അനുഭവിച്ച് മടുത്തവരാണ് മമതാ ബാനർജിയും അവരുടെ പാർട്ടിയും. ആ പാർട്ടിയിലേക്കാണ് ഇപ്പോൾ അൻവർ MLA കടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലും ജമ്മു കാശ്മീരിലും ഹരിയാനയിലും രാജസ്ഥാനിലുമെല്ലാം ഇതേ കോൺഗ്രസ് CPM-ന്റെ ചങ്ങാത്തം കൂടി അവർക്ക് സീറ്റുകൾ നൽകി വിജയിപ്പിച്ചെടുത്തപ്പോൾ ബംഗാളിൽ CPM-നെ മമത 7 അയലത്ത് പോലും അടുപ്പിച്ചിട്ടില്ല. അവിടെ CPM ഇന്ന് വട്ടപൂജ്യമാണ്. അങ്ങനെ വട്ടപൂജ്യമാക്കി മാറ്റിയതും മമത തന്നെയാണ്. അങ്ങനെ ഒരു പാർട്ടിയിലാണ് പി.വി. അൻവർ ചേർന്നിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ പിണറായി വിരുദ്ധ പോരാട്ടത്തിന് ഏറ്റവും വലിയ ശക്തി പകരും എന്നുറപ്പാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയാകും അൻവർ വഹിക്കുക. മറ്റു പദവികൾ വഹിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അദ്ദേഹത്തിന് ചില തടസ്സങ്ങളുണ്ട്. സ്വതന്ത്ര MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഒപ്പം കേരളത്തിലെ പാർട്ടിയുടെ ചുമതലകൾ ഏകോപിപ്പിക്കാൻ MP-മാരായ സുസ്മിതാ ദേവ്, മഹുവ മൊയ്ത്ര എന്നിവർക്ക് മമതാ ബാനർജി കേരളത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ BJP വിരുദ്ധ പോരാളിയായ മഹുവ മൊയ്ത്രയെ പോലുള്ള ഒരാളെ നിർത്തി കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുക വഴി മമതയും ചിലത് ലക്ഷ്യമിടുകയാണ്. നമുക്കറിയാം, 30% മുസ്ലിങ്ങൾ വസിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. ആ ബംഗാളിൽ മമതയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾ തന്നെയാണ് പ്രധാനമായും. പിണറായിയെ പോലെ വാക്കുകൊണ്ട് മാത്രമല്ല, അടിമുടി മോദി വിരുദ്ധതയും BJP വിരുദ്ധതയുമാണ് മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അൻവറിന് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ലൊരു പ്രസ്ഥാനം തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ്. എന്നാൽ അൻവറിന്റെ MLA സ്ഥാനം സംബന്ധിച്ചാണ് നിലവിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നത്. സ്വതന്ത്ര MLA ആയ അൻവറിന് നിയമസഭയുടെ കാലാവധി തീരും വരെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യതയ്ക്ക് അത് കാരണമാകും. ഇതിൽ പി.വി. അൻവർ പ്രധാനപ്പെട്ട അഭിഭാഷകരുമായി നിയമോപദേശം തേടിയെന്നാണ് വിവരം. തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചിട്ടില്ല എന്നും കേരളത്തിൽ ആ പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നും പി.വി. അൻവർ അറിയിച്ചിരിക്കുന്നു. പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളാണ് ഇതിൽ കാരണം. നിയമവിദഗ്ധരുമായി സംസാരിച്ച ശേഷം അംഗത്വം സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും പി.വി. അൻവർ വ്യക്തമാക്കുന്നു. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസിൽ അറസ്റ്റിനായതിന് പിന്നാലെ അൻവറിന്റെ UDF പ്രവേശനം വളരെയധികം ഒരു അഭ്യൂഹം ശക്തമായി തന്നെ തുടർന്നിരുന്നു കേരളത്തിൽ. പാണക്കാട്ടെ തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. അതോടെ അൻവർ UDF-ലേക്ക് എന്ന കാര്യം ഏകദേശം ഉറപ്പിച്ചു. KPCC അധ്യക്ഷൻ K. സുധാകരൻ, അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളായ രമേശ് ചെന്നിത്തല, മുരളീധരൻ അടക്കമുള്ളവർ എല്ലാം അൻവറിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അൻവറിന് വേണ്ടി വാതിൽ തുറന്നിട്ട് നിന്നു. എന്നാൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDF പ്രവേശനം അത്ര എളുപ്പമായിരുന്നില്ല. എന്തുകൊണ്ടോ UDF പ്രവേശനം വഴി മുട്ടിയതോടെയാണ് അൻവർ തൃണമൂലിലേക്കുള്ള വഴി തേടിയത്. ഒരുപക്ഷെ അത് UDF-ലേക്കുള്ള പ്രവേശനത്തിന്റെ ആദ്യപടിയെന്നും പറയുന്നവരുണ്ട്. അൻവറിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച കാര്യം അഭിഷേക് ബാനർജി, അതായത് മമതാ ബാനർജിയുടെ അനന്തരവൻ തന്നെയാണ് വ്യക്തമാക്കിയത്. ഏതായാലും കേരളത്തിൽ 2 മുന്നണികളാണുള്ളത്. മതേതര ചേരിയിൽ ഒരു പാർട്ടി ഇവിടെ ഉണ്ടായാൽ തീർച്ചയായും ആ പാർട്ടി രണ്ടിലേതെങ്കിലും ഒരു മുന്നണിയിൽ ചേരും എന്നുറപ്പാണ്. CPM-ന്റെ ബദ്ധശത്രുക്കളായ തൃണമൂൽ കോൺഗ്രസ് UDF-ൽ ചേരാൻ തന്നെയാണ് സാധ്യത. അവർ CPM-മായി അടുക്കില്ല. ഏതായാലും തൃണമൂൽ കോൺഗ്രസ് UDF പാളയത്തിൽ തന്നെ വന്നാലും തൃണമൂൽ കോൺഗ്രസ് എന്ന ചോയ്സ് അൻവർ എന്ന നേതാവിനെ കേരള രാഷ്ട്രീയത്തിൽ ശക്തനാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.